ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത നല്ല നാടൻ മധുരപ്പച്ചടിയാണ്. കല്യാണ സദ്യയിലൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ ഇത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ പച്ചടിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അതിനായി അരമുറി തേങ്ങയിലേക്ക് അല്പം കടുക്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം അരപ്പ്. പച്ചടിക്ക് നല്ല ടെക്സ്ചർ കിട്ടാൻ അരപ്പ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് പൈനാപ്പിൾ വേവിക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ പൈനാപ്പിൾ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ഭാഗം ശർക്കര ക്യൂബ് ഉരുക്കിയതാണ് ചേർക്കുന്നത്. ശർക്കര നേരിട്ട് ഇടാതെ ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നത് ഇതിലെ കല്ലും മണ്ണും ഒന്നും പച്ചടിയിൽ വരാതിരിക്കാൻ സഹായിക്കും. ശർക്കരയൊക്കെ പൈനാപ്പിൾ നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 6 മുതൽ 7 മിനിറ്റ് വരെ വീണ്ടും മൂടി വെച്ച് വേവിക്കണം. തേങ്ങയുടെയും കടുകിൻ്റെയും ഒക്കെ പച്ചമണം പൂർണ്ണമായി മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനിടയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. തേങ്ങയൊക്കെ വെന്ത് പച്ചടി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് കട്ട തൈര് നന്നായി ഉടച്ചത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പച്ചടിക്ക് കൂടുതൽ രുചി കൂട്ടാൻ ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മധുരപ്പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ കയ്യിൽ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ഈ പച്ചടിയുടെ ചൂടാറിയതിന് ശേഷം കുറച്ച് മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല രുചിയുമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.